നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം 2025 ജൂലൈ മാസം 12 വെള്ളിയാഴ്ച ദിവസത്തെ നവഗ്രഹ നക്ഷത്രഫലം കേൾക്കുവാൻ എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും വളരെ സ്നേഹത്തോടെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്തുകൊണ്ട് തന്നെ വീഡിയോ കാണുവാൻ ശ്രമിക്കുക. പ്രിയപ്പെട്ടവർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ പ്രിയപ്പെട്ടവരുടെ സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നല്ല നല്ല കമൻറ്റുകൾ രേഖപ്പെടുത്തുക. നമുക്ക് വിഷയത്തിലേക്ക് കടന്നെല്ലാം 2025 ജൂലൈ മാസം 12 വെള്ളിയാഴ്ച ദിവസം മേടക്കുറുകാരുടെ ജീവിതാനുഭവങ്ങൾ എങ്ങനെയാണെന്നുള്ളത് ആദ്യം പറയാം. മേടക്കുറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക കാൽ നാളുകാരെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ അവരുടെ ജന്മഭാവത്തിൻ്റെ അധിപനായ ചൊവ്വ 5ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ ധനം, സുഖം അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കുറവ് ഉണ്ടാകുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ മേടക്കുറുകാരെ സംബന്ധിച്ച് പറയുന്നത്. അതുപോലെ തന്നെ അവരുടെ ഭാര്യമാർക്ക് ഏതെങ്കിലും വിധത്തിലുള്ള രോഗദുഃഖ പ്രയാസങ്ങളൊക്കെ വന്നു ചേരുവാൻ സാധ്യതയുള്ളൊരു സാഹചര്യമാണ്. 5ൽ ചൊവ്വ നിന്നാൽ അങ്ങനെയൊക്കെയാണ് സംഭവിക്കുക എന്ന് ജ്യോതിഷം പറയുന്നു. ഇവരുടെ കുടുംബത്തെ സംബന്ധിച്ചുള്ള അവസ്ഥ പറഞ്ഞാൽ സ്ത്രീകൾ മുഖേനയുള്ള സഹായ സഹകരണങ്ങൾ ഇവരുടെ കുടുംബത്തിൽ വന്നു ചേരുന്നൊരു സമയമാണ്. അങ്ങനെ കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ ഇവർക്ക് പ്രതീക്ഷിക്കാവുന്നൊരു സാഹചര്യമാണ്. സ്ത്രീകളെന്ന് ഉദ്ദേശിച്ചത് ചിലപ്പോൾ അവരുടെ സ്ഥാനം കൊണ്ട് നോക്കുമ്പോൾ അമ്മ കൊണ്ടോ സഹോദരിയെ കൊണ്ടോ അപ്പോൾ അങ്ങനെയുള്ള അല്ലെങ്കിൽ അമ്മായിയമ്മയെ കൊണ്ടോ ഒക്കെ അങ്ങനെയുള്ള സഹായ സഹകരണങ്ങളൊക്കെ ഇവർക്ക് ലഭിക്കുന്നൊരു സമയമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. തൊഴിൽപരമായിട്ട് മെച്ചപ്പെട്ട സാഹചര്യമൊന്നും ഇവർക്കിപ്പോൾ നിലവിലുള്ള. ദാമ്പത്യ ജീവിതം പൂർണ്ണമായിട്ടും തൃപ്തികരമല്ല. ഭാര്യയ്ക്കോ ഭർത്താവിനോ എന്തെങ്കിലുമുള്ള അസ്വസ്ഥതകളോ പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. മക്കളുടെ സ്ഥിതി നോക്കുമ്പോൾ പുത്രദുഃഖമൊക്കെയാണ് കൂടുതലായിട്ടും വന്നു ചേരുവാൻ സാധ്യതയുള്ളത്. പുത്രന്മാരായിട്ടുള്ള ആ കുഞ്ഞുങ്ങളെ ആൺമക്കൾക്ക് ഏതെങ്കിലും വിധത്തിലുള്ള പ്രശ്നങ്ങളും ഒക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട്. പക്ഷെങ്കിൽ കുട്ടികളുടെ ദശാകാലം നല്ലതാണെങ്കിൽ അവർക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകണമെന്നില്ല എന്നുള്ള വസ്തുതയും അറിഞ്ഞിരിക്കുക. രോഗം, കടം, ശത്രുതയാൽ ഭാരപ്പെടുവാൻ സാധ്യതയുണ്ട്. മാതാപിതാക്കളുടെ സ്ഥിതി മെച്ചപ്പെട്ടൊരു ദിവസമാണ് ഈ വെള്ളിയാഴ്ച ദിവസം ഈ ജാതകരെ സംബന്ധിച്ച്. വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ഇവർക്ക് നേട്ടം പ്രതീക്ഷിക്കാവുന്നൊരു സാഹചര്യമാണുള്ളത്. ഭാഗ്യകരമായ അനുഭവങ്ങൾ ഇവർക്ക് ഉണ്ടാകുന്നൊരു സമയം കൂടിയാണ് ഈ വെള്ളിയാഴ്ച ദിവസം. സ്വന്തം പ്രയത്നം കൊണ്ട് കാര്യവിജയമൊക്കെ നേടാൻ പറ്റുമെങ്കിലും മൊത്തത്തിൽ നോക്കുമ്പോൾ നഷ്ടസാധ്യതകളാണ് കൂടുതലായിട്ടും വന്നു ചേരുവാനുള്ളത് എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ഇനി ഇടവക്കൂറാണ്. ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക, മുക്കാൽ, രോഹിണി, മകീരം 2 പാദം നാളുകാരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വ്യക്തിപരമായി ചിന്തിക്കുമ്പോൾ സുഖസ്വസ്ഥ ദേഹധനമൊക്കെ അനുകൂലമായ ദിവസമാണ്. കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ ഇവർക്ക് പ്രതീക്ഷിക്കാവുന്നൊരു സാഹചര്യമാണല്ലോ ഇപ്പോൾ നിലവിലുള്ളത്. ആൺമക്കൾ മുഖേനയും ബുദ്ധിപരമായ പ്രവർത്തന വിജയം കൊണ്ടും ഗവൺമെൻറ് മുഖേനയൊക്കെ ഉള്ള നേട്ടങ്ങൾ ഇവർക്ക് വന്നു ചേരുന്നൊരു സമയമാണ്. സുഹൃത്തുക്കൾ, സഹോദരങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവരുടെ സഹോദരങ്ങൾക്കൊക്കെ നല്ല അനുഭവങ്ങൾ ഉണ്ടാകുന്നൊരു സാഹചര്യമാണ്. ചിലർക്ക് അവരുടെ സുഹൃത്തുക്കളും സഹോദരങ്ങളുമായിട്ട് അവരുടെ ബന്ധുക്കൾ ശത്രുക്കളാകുവാൻ സാധ്യതയുണ്ട്. അങ്ങനൊരു സാഹചര്യം നിലവിലുണ്ടെന്നുള്ളതും അറിഞ്ഞിരിക്കുക. തൊഴിൽപരമായിട്ടുള്ള നല്ല അനുഭവങ്ങളാണ് കൂടുതൽ ആൾക്കാർക്കും. ചിലർക്കൊക്കെ തൊഴിൽ മേഖലയിൽ രാഹു നിൽക്കുന്നതുകൊണ്ട് തടസ്സപ്പെട്ടു പോകുന്നു. രാഹു കേതു ദോഷപരിഹാര പൂജ ചെയ്യുക. ദാമ്പത്യ ജീവിതം ഈ നാളുകാരെ സംബന്ധിച്ച് തൃപ്തികരമല്ല. മക്കളുടെ സ്ഥിതി ഈ നാളുകാരെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ തൃപ്തികരമായ അനുഭവത്തിൽ കൂടി അല്ല പോകുന്നത്. എങ്കിലും ഈ വെള്ളിയാഴ്ച ദിവസം തരക്കേടില്ലാത്ത അനുഭവങ്ങൾ മക്കളെ കൊണ്ട് പ്രതീക്ഷിക്കാവുന്നതാണ് എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. രോഗം, ശത്രുത, കടബാധ്യതയുള്ള പ്രശ്നങ്ങൾ ഒരു പരിധിവരെ ഇവരെ അലട്ടുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇവർ കടന്നു പോകുന്നത്. മാതാവിൻ്റെ സ്ഥിതി ഈ ജാതകരെ സംബന്ധിച്ച് അനുകൂലമായ സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്നു. പിതാവിൻ്റെ സ്ഥിതി ഇവർക്ക് മെച്ചപ്പെട്ടൊരു സാഹചര്യത്തെ കൊടുക്കുന്നില്ല. പിതാവ് മുഖേന കുടുംബത്തിൽ അഭിപ്രായ വ്യത്യാസമോ അനർത്ഥങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട്. തൊഴിലിടങ്ങളിൽ മേലധികാരികളിൽ നിന്ന് ധനം കിട്ടുവാൻ സാധ്യതയുള്ളൊരു സാഹചര്യവും ഉണ്ട്. ഭാഗ്യകരമായ അനുഭവങ്ങൾ ഇവർക്ക് അനുകൂലമായി നിൽക്കുന്നു. സ്വന്തം പ്രയത്നം കൊണ്ട് ഇവർ ജീവിതത്തിൽ കാര്യവിജയം ഉണ്ടാക്കിയെടുക്കുവാൻ ശ്രമിക്കുന്നൊരു ദിവസമാണ് ഈ വെള്ളിയാഴ്ച ദിവസം എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. മൊത്തത്തിൽ നോക്കുമ്പോൾ നേട്ടങ്ങളൊക്കെ തന്നെയാണ് ഇവർക്ക് വെള്ളിയാഴ്ച ദിവസം വന്ന് ചേരുവാൻ സാധ്യത എന്നുള്ളത് ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക, മുക്കാൽ, രോഹിണി, മകീരം 2 പാദം നാളുകാർ അറിഞ്ഞുകൊള്ളുക. ഇനി മിഥുനക്കൂറാണ്. മിഥുനക്കൂറിൽപ്പെട്ട മകീരം 2 പാദം, തിരുവാതിര, പുണർതം, മുക്കാൽ നാളുകാരെക്കുറിച്ച് വ്യക്തിപരമായി ചിന്തിക്കുമ്പോൾ അവർക്ക് അനുകൂലമായൊരു ദിവസമാണ്. കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ പെൺമക്കൾ മുഖേന അവർക്ക് ലഭിക്കുന്നൊരു ദിവസമാണ്. അതുപോലെ തന്നെ ശാസ്ത്രമേഖലകളിൽ നിന്നും അതുപോലെ തന്നെ ബന്ധുമിത്രാദികളിൽ നിന്നും ഒക്കെ അവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്നൊരു ദിവസമാണ്. കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാം. തൊഴിൽപരമായിട്ടുള്ള നേട്ടം അവർക്ക് അനുകൂലമാണ്. ദാമ്പത്യ ജീവിതം തൃപ്തികരമായ നിലയിൽ പോകുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. മക്കളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മക്കൾക്ക് ഏതെങ്കിലും വിധത്തിലുള്ള ശത്രുതകളോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാകുവാൻ സാധ്യതയുള്ള ഒരു സാഹചര്യത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത്. പ്രത്യേകിച്ച് പെൺമക്കൾക്കൊക്കെ ആണെങ്കിൽ ബന്ധുക്കൾ അവരുമായിട്ട് ശത്രുതയിൽ എത്തിച്ചേരുവാൻ സാധ്യതയുണ്ട്. രോഗം, ശത്രുത, കടബാധ്യതയുള്ള വലിയ പ്രശ്നങ്ങളൊന്നും ഇവരെ അലട്ടുന്നൊരു സാഹചര്യമല്ല ഇപ്പോൾ അവർക്ക് നിലവിലുള്ളത്.
ഇവരെ സംബന്ധിച്ച് പിതാവിൻ്റെ സ്ഥിതിയും മാതാവിൻ്റെ സ്ഥിതിയും ഇവർക്ക് അനുകൂലമായ ഒരു സാഹചര്യത്തിലല്ല വെള്ളിയാഴ്ച ദിവസം വന്നു ചേരുക എന്നുള്ളത് അറിഞ്ഞ് ജീവിക്കുക. വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ഇവർക്ക് നേട്ടങ്ങളൊക്കെ അനുഭവിക്കാൻ പറ്റുന്നൊരു ദിവസമാണ്. ഭാഗ്യം പൂർണ്ണമായിട്ട് ഇവരെ തുണയ്ക്കുന്നൊരു ദിവസമല്ല. ഭാഗ്യക്കേടുകളൊക്കെ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ സാധ്യതയുള്ളൊരു സാഹചര്യമാണ്. കാര്യവിജയവും അതുപോലെ തന്നെ ഇവർക്ക് പൂർണ്ണമായിട്ട് പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. ബന്ധുക്കൾ മുഖേനയുള്ള തടസ്സങ്ങളൊക്കെ അവർക്ക് നേരിടാൻ സാധ്യതയുണ്ട്. മൊത്തത്തിൽ നോക്കുമ്പോൾ ലാഭകരമായ അനുഭവങ്ങൾ തന്നെ വെള്ളിയാഴ്ച ദിവസം ഇവർക്ക് കൂടുതലായിട്ട് വന്നു ചേരുവാൻ സാധ്യത എന്നുള്ളത് അറിഞ്ഞ് ജീവിക്കുക. ഇനി കർക്കിടകക്കുറാണ്. കർക്കിടകക്കുറിൽപ്പെട്ട പുണർതങ്കാല്, പൂയ, ആയില്യം നാളുകാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഈ ജാതകർക്ക് അവരുടെ ജീവിതത്തിൽ വ്യക്തിപരമായി ജീവിത വിജയം ഉണ്ടാകുന്നൊരു സാഹചര്യമാണെങ്കിലും ചിലപ്പോൾ ബന്ധുക്കൾ മുഖേന അതിനകത്ത് ശത്രുതയോ തടസ്സമോ ഒക്കെ ഉണ്ടാകുവാൻ സാധ്യതയുള്ളൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. കുടുംബത്തിൻ്റെ സ്ഥിതി നോക്കുമ്പോൾ അത്ര മെച്ചപ്പെട്ട സാഹചര്യമല്ല. തൊഴിൽപരമായിട്ട് വലിയ മെച്ചപ്പെട്ട ഒരു സ്ഥിതിയൊന്നുമില്ല. ദാമ്പത്യ ജീവിതം തൃപ്തികരമല്ല. മക്കളുടെ സ്ഥിതി മെച്ചമല്ല. രോഗം, ശത്രുത, കടബാധകളാൽ ഭാരപ്പെടാൻ സാധ്യതയുള്ള സാഹചര്യമാണ്. മാതാവിൻ്റെ സ്ഥിതി മെച്ചമാണ്. പിതാവിൻ്റെ സ്ഥിതി പ്രതികൂലമാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിലും ഈ ജാതകരെ സംബന്ധിച്ച് നേട്ടങ്ങളൊക്കെ പ്രതീക്ഷിക്കാമെങ്കിൽ പോലും അവിടെയും ബന്ധുക്കളുടെ നിസ്സഹകരണമോ തടസ്സമോ ഒക്കെ നേരിടാൻ സാധ്യതയുള്ള ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഭാഗ്യാനുഭവങ്ങളും ഇവർക്ക് ഒരുമിച്ച് ഭാഗ്യക്കേടുകളായിട്ട് വരാം. ഭാഗ്യം ഇവരെ തുണയ്ക്കുന്നൊരു സാഹചര്യമാണ് വന്നു ചേരേണ്ടതെങ്കിലും ഭാഗ്യക്കേടുകളാണ് കൂടുതലായിട്ടും വന്നു ചേരുക എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. കാരണം 9ാം ഭാവത്തിൽ ശനിയാണ് നിൽക്കുന്നത്. ശനി ഭാഗ്യവും ഭാഗ്യക്കേടും കൊടുക്കും. കാര്യവിജയം ഇവർക്കുണ്ടാകുന്നൊരു സാഹചര്യമല്ല, അതും ഒരു വിഷയമാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ ജാതകരെ സംബന്ധിച്ച് മൊത്തത്തിൽ നഷ്ടം ആണ് കൂടുതലായിട്ടും വന്നു ചേരുവാൻ സാധ്യതയുള്ളത് എന്നുള്ളത് അറിഞ്ഞ് ജീവിക്കുക. ഇനി ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽപ്പെട്ട മകം, പൂരം, ഉത്തരം, കാൽ നാളുകാരെക്കുറിച്ച് വ്യക്തിപരമായി ചിന്തിക്കുമ്പോൾ സുഖസ്വസ്ഥ ദേഹനന്മയൊക്കെ അനുകൂലമായ ദിവസമാണ്. കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാം. ഈ ജാതകരെ സംബന്ധിച്ച് നോക്കുമ്പോൾ ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ ഇവർക്ക് ഉണ്ടായെന്ന് വരാം. പക്ഷെങ്കിൽ പേരും പ്രശസ്തിയും അംഗീകാരവും ഒക്കെ ഇവരെ തേടി വരുവാൻ സാധ്യതയുള്ളൊരു സാഹചര്യമാണെന്നുള്ളതും മനസ്സിലാക്കുക. തൊഴിൽപരമായിട്ടുള്ള സ്ഥിതി മെച്ചമാണ്. ദാമ്പത്യ ജീവിതം തൃപ്തികരമല്ല. 7-ൽ രാഹു നിൽക്കുന്നു. രാഹു ദോഷം ചെയ്യുന്നവർക്കൊക്കെ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. മക്കളുടെ സ്ഥിതി മെച്ചമാണ്. രോഗം, ശത്രുത, കടബാധകൾ, ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഇവരെ അലട്ടുവാൻ സാധ്യതയുണ്ട്. മാതാപിതാക്കളുടെ സ്ഥിതി വെച്ച് നോക്കുമ്പോൾ പിതാവിൻ്റെ സ്ഥിതി അനുകൂലമാണ്. മാതാവിൻ്റെ സ്ഥിതി ഇവർക്ക് പ്രതികൂലമായ സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്നു. വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാവുന്നൊരു സാഹചര്യമാണ്. ഭാഗ്യവും ഭാഗ്യക്കേടുകളും ഇവർക്ക് വന്നു ചേരുന്നൊരു സാഹചര്യമാണ്. കാര്യവിജയം ഈ ജാതകരെ സംബന്ധിച്ച് പ്രതീക്ഷിക്കാവുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. മൊത്തത്തിൽ നോക്കുമ്പോൾ ലാഭകരമായ അനുഭവങ്ങളാണ് ഇവർക്ക് കൂടുതലായിട്ടും വന്നു ചേരുവാൻ സാധ്യതയുള്ളത്. ലാഭകരമായ അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ജാതകരെ സംബന്ധിച്ച് വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചും തൊഴിൽപരമായിട്ടും മക്കളെ കൊണ്ടുള്ള ഒക്കെ നേട്ടങ്ങൾ ഇവർക്ക് ലാഭകരമായ അനുഭവത്തെ കൊടുക്കുന്നൊരു സാഹചര്യമാണ് ഉള്ളത് എന്നുള്ളത് ചിങ്ങക്കുറുകാർ മനസ്സിലാക്കി ജീവിക്കുക. ഇനി കന്നിക്കൂറാണ്. കന്നിക്കൂറിൽപ്പെട്ട ഉത്തരം, മുക്കാൽ, അത്തം, ചിത്ര, 2 പാദം നാളുകാരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വ്യക്തിപരമായി അവരുടെ ജീവിതത്തിൽ ആരോഗ്യ പ്രശ്നങ്ങളോ മറ്റു വിഷയങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ പോലും കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ അവർക്ക് പ്രതീക്ഷിക്കാവുന്നൊരു സാഹചര്യമാണെങ്കിലും തൊഴിൽപരമായിട്ടുള്ള നേട്ടം അവർക്ക് ഉണ്ടെങ്കിൽ പോലും ദാമ്പത്യ ജീവിതത്തിൽ തൃപ്തികരമായ അനുഭവങ്ങൾ ഉണ്ടാകണമെന്നില്ല. കണ്ടകശനിയുടേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പലരും അനുഭവിക്കുന്നു. ഭാര്യയും ഭർത്താവും തമ്മിൽ ചേരാതെ വരുന്നു. മക്കളുടെ സ്ഥിതി ഇവർക്ക് മെച്ചപ്പെട്ട ഒരു സാഹചര്യത്തെ കൊടുക്കുന്നില്ല. രോഗം, ശത്രുത, കടബാധകൾ ഇവർ ഭാരപ്പെടുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. മാതാപിതാക്കളുടെ സ്ഥിതി വെച്ച് നോക്കുമ്പോൾ മാതാവിൻ്റെയും പിതാവിൻ്റെയും സ്ഥിതി ഇവർക്ക് അനുകൂലമാണ്. വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ സ്ഥിതി അനുകൂലമാണ്. ഭാഗ്യമൊക്കെ തുണയ്ക്കേണ്ട ഒരു സാഹചര്യമാണ് നിലവിലുള്ളതെങ്കിൽ പോലും കണ്ടകശനിയുടേതായിട്ടുള്ള ദോഷത്താൽ പലരും ഭാരപ്പെട്ടാണ് ജീവിക്കുന്നത്. മൊത്തത്തിൽ നോക്കുമ്പോൾ നേട്ടങ്ങളൊക്കെ ഒരു വശത്തുണ്ടെങ്കിൽ പോലും മൊത്തത്തിൽ നോക്കുമ്പോൾ നഷ്ടസാധ്യതകളാണ് കൂടുതലായിട്ട് വന്നു ചേരുവാൻ സാധ്യതയുള്ളതെന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഇനി തുലാക്കൂറാണ്. തുലാക്കൂറിൽപ്പെട്ട ചിത്ര, 2 പാദം, ചോതി, വിശാഖം, മുക്കാൽ നാളുകാരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സുഖസ്വസ്ഥ ദേഹനന്മ ഏറെക്കുറെ അനുകൂലമായൊരു ദിവസമാണ്. എങ്കിലും ചെറിയ പ്രശ്നങ്ങളൊക്കെ സ്ത്രീകൾ മുഖേനയൊക്കെ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. സൂക്ഷിക്കുക. കുടുംബം, ധനം എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാവുന്നൊരു സാഹചര്യമാണ്. തൊഴിൽപരമായിട്ടുള്ള സ്ഥിതി ഈ ജാതകരെ സംബന്ധിച്ച് നോക്കുമ്പോൾ തരക്കേടില്ലാത്ത അനുഭവത്തിൽ കൂടി പോകുന്നൊരു ദിവസമായിരിക്കും വെള്ളിയാഴ്ച ദിവസം. ദാമ്പത്യ ജീവിതം തൃപ്തികരമായി പോകുന്നു. മക്കളുടെ സ്ഥിതി ഈ ജാതകരെ സംബന്ധിച്ച് നോക്കുമ്പോൾ തരക്കേടില്ലാത്ത അനുഭവത്തിൽ കൂടി പോകുന്നൊരു സാഹചര്യമാണ്. രോഗം, ശത്രുത, കടബാധകളാൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. മാതാപിതാക്കളുടെ സ്ഥിതി വെച്ച് നോക്കുമ്പോൾ മാതാവിൻ്റെയും പിതാവിൻ്റെയും സ്ഥിതി ഇവർക്ക് അനുകൂലമായ സാഹചര്യമാണ് നൽകുന്നത്. വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിലും ഇവർക്ക് നേട്ടം പ്രതീക്ഷിക്കാവുന്നൊരു സാഹചര്യമാണ്. ഭാഗ്യമായ അനുഭവങ്ങളൊക്കെ ഇവർക്ക് പ്രതീക്ഷിക്കാവുന്നൊരു സാഹചര്യമാണ്. കാര്യവിജയം ഉണ്ടാകുന്ന സാഹചര്യമാണ്. മൊത്തത്തിൽ നോക്കുമ്പോൾ ലാഭകരമായ അനുഭവങ്ങളൊക്കെ തന്നെയാണ് ഇവർക്ക് നേട്ടങ്ങൾ വന്നു ചേരുവാനാണ് കൂടുതൽ സാധ്യത എന്നുള്ളത് അറിഞ്ഞ് ജീവിക്കുക.
ഇനി വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖം കാല അഞ്ചം കേട്ട നാളുകാരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, വ്യക്തിപരമായി ചിന്തിക്കുമ്പോൾ സുഖം, സ്വസ്ഥത, ഏകാന്തതമൊക്കെ അനുകൂലമായ ദിവസമാണ്. കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ ഇവർക്ക് അത്ര നല്ലൊരു സൗഭാഗ്യത്തെ കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. തൊഴിൽപരമായിട്ടുള്ള നേട്ടവും അത്ര മെച്ചപ്പെട്ട ഒരു സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്നില്ല. ദാമ്പത്യ ജീവിതം തൃപ്തികരമാണ്. മക്കളുടെ സ്ഥിതി അത്ര മെച്ചമല്ല. രോഗം, ശത്രുത, കടബാധ്യതകളിലൊക്കെ ചെറിയ രീതിയിൽ ഭാരപ്പെടുവാനും പ്രയാസപ്പെടുവാനും ഒക്കെ സാധ്യതയുണ്ട്. മാതാപിതാക്കളുടെ സ്ഥിതി വെച്ച് നോക്കുമ്പോൾ ഈ ജാതകരെ സംബന്ധിച്ച് മാതാവിൻ്റെയും പിതാവിൻ്റെയും സ്ഥിതി ഇവർക്ക് അനുകൂലമായ സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്നൊരു ദിവസമാണ്. വീട്, വസ്തുവാനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ വലിയ നേട്ടമൊന്നും പ്രതീക്ഷിക്കാൻ പറ്റുന്നൊരു സാഹചര്യമല്ല. ഭാഗ്യം ഇവരെ തുണയ്ക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് വൃശ്ചികക്കൂറുകാർ വെള്ളിയാഴ്ച ദിവസം കടന്നു പോവുക. കാര്യവിജയമെങ്കിലും പൂർണ്ണമായിട്ട് അങ്ങോട്ട് വന്നു ചേരണമെന്നില്ല. മൊത്തത്തിൽ നോക്കുമ്പോൾ നേട്ടങ്ങളൊക്കെ ഒരു വശത്തുണ്ടെങ്കിൽ പോലും, കുറേ കാര്യങ്ങളിൽ നേട്ടമുണ്ടെങ്കിൽ പോലും നഷ്ട സാധ്യതകളാണ് കൂടുതലായിട്ടും വന്നു ചേരുവാൻ സാധ്യതയുള്ളത് എന്നുള്ളത് അറിഞ്ഞു ജീവിക്കുക. ഇനിയും ധനുക്കൂറാണ്. ധനുക്കൂറിൽപ്പെട്ട മൂലം, പൂരാടം, ഉത്രാടം, കാൽ നാളുകാരെക്കുറിച്ച് വ്യക്തിപരമായി ചിന്തിക്കുമ്പോൾ സുഖം, സ്വസ്ഥത, ഏകാന്തതമൊക്കെ അനുകൂലമായ ദിവസമാണ്. കുടുംബസുഖവും ധനപരമായ നേട്ടമൊന്നും കാര്യമായിട്ട് ഉണ്ടാകണമെന്നില്ല. 4 ശനി നിൽക്കുന്നു. കണ്ടകശനിയുടേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പലരുടെയും ജീവിതത്തിൽ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. തൊഴിൽപരമായിട്ട് നോക്കുമ്പോൾ വ്യാപാര വ്യവസായ മേഖലയിലുള്ളവർക്കൊക്കെ അനുകൂലമായ ഒരു തൊഴിൽ സാഹചര്യം ഇവർക്ക് വന്നു ചേരുന്നൊരു സമയമാണ് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ദാമ്പത്യ ജീവിതത്തിൽ തൃപ്തികരമായ അനുഭവത്തോടുകൂടി കടന്നു പോകാൻ പറ്റുന്നൊരു ദിവസമാണ് ഈ വെള്ളിയാഴ്ച ദിവസം. മക്കളുടെ സ്ഥിതി ഇവർക്ക് അനുകൂലമായ സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്നു. രോഗം, ശത്രുത, കടബാധകളെ വലിയ പ്രയാസങ്ങളോ പ്രതിസന്ധികളോ നേരിടുവാൻ സാധ്യതയില്ല. പിതാവിൻ്റെ സ്ഥിതി ഇവർക്ക് അനുകൂലമല്ല. മാതാവിൻ്റെ സ്ഥിതി മെച്ചപ്പെട്ട ഒരു സാഹചര്യത്തിൽ കൂടി പോകുന്നു. ചിലർക്കൊക്കെ മാതാവ് മുഖേന ധനം വന്നു ചേരുവാനും മാതാവ് മുഖേനയുള്ള നല്ല അനുഭവങ്ങളൊക്കെ വന്നു ചേരുവാൻ സാധ്യതയുള്ള സാഹചര്യമാണ്. വീട്, വസ്തുവാനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. 4 ശനി നിൽക്കുന്നു. കണ്ടകശനിയുടേതായിട്ടുള്ള ദോഷങ്ങളൊക്കെ അനുഭവത്തിൽ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. ഭാഗ്യം ഇവരെ പൂർണ്ണമായിട്ടും അങ്ങോട്ട് തുണയ്ക്കുന്ന സമയമല്ല. അതിനാൽ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. മൊത്തത്തിൽ നോക്കുമ്പോൾ ധനുക്കൂറുകാരെ സംബന്ധിച്ച് ചില കാര്യങ്ങളിലൊക്കെ നേട്ടം പ്രതീക്ഷിക്കാവുന്നൊരു സമയമാണ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഇനി മകരക്കൂറാണ്. മകരക്കൂറിൽപ്പെട്ട ഉത്രാടം, മുക്കാലി, തിരുവോണം, ഔട്ടം 2 പാദം നാളുകാരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, വ്യക്തിപരമായി ചിന്തിക്കുമ്പോൾ സുഖം, സ്വസ്ഥ, ദേഹനന്മയൊക്കെ അനുകൂലമായ ഒരു ദിവസമാണ് ഈ വെള്ളിയാഴ്ച ദിവസം. കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ തരക്കേടില്ലാതെ പ്രതീക്ഷിക്കാവുന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. തൊഴിൽപരമായിട്ടുള്ള നേട്ടം അവർക്ക് അനുകൂലമായി നിൽക്കുന്നു. ദാമ്പത്യ ജീവിതത്തിൽ തൃപ്തികരമായ അനുഭവത്തോടുകൂടി കടന്നു പോകാൻ പറ്റുന്നൊരു ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം. പെൺമക്കളെ കൊണ്ടുള്ള നല്ല അനുഭവങ്ങളൊക്കെ ഇവർക്ക് പ്രതീക്ഷിക്കാവുന്നൊരു സാഹചര്യമാണുള്ളത്. രോഗം, ശത്രുത, കടബാധകൾ വലിയ പ്രശ്നങ്ങളൊന്നും ഇവരെ അലട്ടുന്നൊരു സമയമല്ല. മാതാപിതാക്കളുടെ സ്ഥിതി നോക്കുമ്പോൾ മാതാവിൻ്റെയും പിതാവിൻ്റെയും സ്ഥിതി ഇവർക്ക് അനുകൂലമായ സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്നു. വീട്, വസ്തുവാനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സൂക്ഷിക്കേണ്ട, പ്രത്യേകിച്ച് വാഹനമൊക്കെ ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. അഷ്ടമത്തിൽ കേതു നിൽക്കുന്നു. അതൊരു വിഷയമാണ്. ആപത്തനർത്ഥങ്ങളൊക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട്, സൂക്ഷിക്കണം. ഭാഗ്യകരമായ അനുഭവങ്ങൾ ഇവർക്ക് അനുകൂലമായി നിൽക്കുന്നൊരു സമയമാണിപ്പോൾ. കാര്യവിജയം ഏറെക്കുറെ പ്രതീക്ഷിക്കാവുന്നൊരു സാഹചര്യമാണ്. മൊത്തത്തിൽ നോക്കുമ്പോൾ നേട്ടങ്ങളൊക്കെ തന്നെ മകരക്കൂറുകാർക്ക് വന്നിരുന്നൊരു ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം. ഇനിയും കുംഭക്കൂറാണ്. കുംഭക്കൂറിൽപ്പെട്ട ഔട്ടം 2 പാദം, ചതയം, പൂർട്ടാതി, മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് ഈ വെള്ളിയാഴ്ച ദിവസം സുഖസ്വസ്ഥ, ദേഹനന്മയ്ക്ക് അനുകൂലമായ ദിവസമാണ്. കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാം. തൊഴിൽപരമായിട്ടുള്ള നേട്ടം ഇവർക്ക് അത്ര മെച്ചപ്പെട്ട ഒരു സാഹചര്യത്തെ കൊടുക്കാത്ത ദിവസമാണ് എന്നുള്ളത്. തൊഴിൽ അനുകൂലമാണെങ്കിലും തൊഴിലിടങ്ങളിൽ ഏതെങ്കിലും ബുദ്ധിമുട്ടോ ടെൻഷനോ ഒക്കെ വന്നു ചേരുവാൻ സാധ്യതയുണ്ടെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ദാമ്പത്യ ജീവിതം അവർക്ക് അത്ര തൃപ്തികരമായ ഒരു സാഹചര്യത്തിൽ കൂടി പോകുന്നൊരു സമയമല്ല എന്നുള്ളത്. 7-ൽ ചൊവ്വ നിൽക്കുന്നു. അതുകൊണ്ട് ദാമ്പത്യ ജീവിതം പലർക്കും തൃപ്തികരമല്ല എന്നുള്ളതും അറിഞ്ഞിരിക്കണം. മക്കളെ കൊണ്ടുള്ള അനുഭവങ്ങൾ ഈ ജാതകരെ സംബന്ധിച്ച് പുത്രദുഃഖത്തിലൊക്കെ എത്തിച്ചേരുന്ന, ആൺമക്കളെ കൊണ്ടുള്ള നേട്ടങ്ങളൊന്നും ഉണ്ടാകത്തില്ല. പെൺമക്കളാണെങ്കിൽ അവരെ കൊണ്ടുള്ള നേട്ടങ്ങളൊക്കെ ഇവർക്ക് വന്നു ചേരുന്നൊരു സമയമാണ്. രോഗം, ശത്രുത, കടബാധകളാൽ ഭാരപ്പെടുന്നൊരു സാഹചര്യമൊന്നും ഇവർക്കില്ല. മാതാവിൻ്റെ സ്ഥിതി പ്രതികൂലമാണ്. പിതാവിൻ്റെ സ്ഥിതി അത്ര മെച്ചപ്പെട്ടൊരു സാഹചര്യത്തെ ഇവർക്ക് കൊടുക്കുന്നുമില്ല. വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ സ്ത്രീകൾ മുഖേന നേട്ടങ്ങളൊക്കെ ഇവർക്കുണ്ടാകുന്നൊരു സമയമാണിപ്പോൾ. അതുപോലെ തന്നെ ഭാഗ്യകരമായ അനുഭവങ്ങൾ ഈ ജാതകരെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിൽ അനുഭവപ്പെടുന്നൊരു സമയം കൂടിയാണ്. കാര്യവിജയം ഈ ജാതകരെ സംബന്ധിച്ച് ഉണ്ടാകുന്നൊരു സമയമാണ്. അതുപോലെ തന്നെ മൊത്തത്തിൽ നോക്കുമ്പോൾ നേട്ടങ്ങൾ തന്നെയാണ് കുംഭക്കൂറുകാർക്ക് വെള്ളിയാഴ്ച ദിവസം വന്നു ചേരുക എന്നുള്ളത് അറിഞ്ഞ് ജീവിക്കുക. ഇനി മീനക്കൂറാണ്. മീനക്കൂറിൽപ്പെട്ട പൊരുട്ടാതികാൽ, ഉത്തുട്ടാതി, രേവതി നാളുകാരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, വ്യക്തിപരമായി അവരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സുഖസ്വസ്ഥത, ദേഹനന്മയൊക്കെ അവർക്ക് അനുകൂലമായ ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാവുന്ന സാഹചര്യമാണ്. തൊഴിൽപരമായിട്ടുള്ള തരക്കേടില്ലാത്ത അനുഭവങ്ങൾ അവർക്ക് ലഭിക്കുന്നൊരു സമയമാണ് ഇപ്പോൾ ഉള്ളത്. ദാമ്പത്യ ജീവിതം തരക്കേടില്ലാതെ പോകുന്നൊരു സമയമാണ്, ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം. മക്കളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ ജാതകരെ സംബന്ധിച്ച് നേട്ടങ്ങളൊക്കെ മക്കളെ കൊണ്ട് ലാഭകരമായ അനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം. രോഗം, ശത്രുത, കടബാധകളാൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇവർക്ക് നേരിടാൻ സാധ്യതയില്ല. എങ്കിലും ചെറിയ രീതിയിലുള്ള അസ്വസ്ഥതകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. മാതാപിതാക്കളെ സ്ഥിതി വെച്ച് നോക്കുമ്പോൾ പിതാവിൻ്റെ സ്ഥിതി മോശവും മാതാവിൻ്റെ സ്ഥിതി ഇവർക്ക് അനുകൂലമായ സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്നു. വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ തരക്കേടില്ലാത്ത അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം.
ഭാഗ്യകരമായ അനുഭവങ്ങൾ ഈ ജാതകരെ സംബന്ധിച്ച് അനുകൂലമായ സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്നൊരു ദിവസമായിരിക്കും വെള്ളിയാഴ്ച ദിവസം. കാര്യവിജയമൊക്കെ ഇവർക്ക് പ്രതീക്ഷിക്കാവുന്നൊരു സാഹചര്യമാണ്. മൊത്തത്തിൽ നോക്കുമ്പോൾ നേട്ടങ്ങൾ തന്നെയാണ് വെള്ളിയാഴ്ച ദിവസം മീനക്കുറുകാർക്ക് വന്നു ചേരുക എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നവഗ്രഹ നക്ഷത്രഫലമായിട്ട് പ്രിയപ്പെട്ടവരുമായിട്ട് പങ്കുവച്ചത്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം.